നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ട യുറുഗ്വൈ മുൻ പ്രസിഡന്റ് ഹൊസെ മൊഹിഗ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. എളിമയാർന്ന ജീവിതശൈലി കൊണ്ടാണ് മൊഹിഗ അറിയപ്പെട്ടിരുന്നത്. 2024 അന്നനാള അർബുദം ബാധിച്ചതായി അദ്ദേഹം അറിയിച്ചിരുന്നു. ഇത് പിന്നീട് കരളിലേക്ക് പടർന്നു. ഈ വർഷം ആദ്യത്തോടെ ചികിത്സ നിർത്തിവെച്ച് അവസാന നാളുകൾ തന്റെ ഫാമിൽ ചെലവഴിച്ചു. പ്രസിഡന്റ് പദവിയിൽ ഇരുന്നപ്പോഴും അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അധികാരം വെച്ച് നീട്ടുന്ന ആഡംബരങ്ങളൊന്നും സ്വീകരിക്കാത്ത വിനയാധുനായ മനുഷ്യൻ കൂടിയായിരുന്നു മൊഹിഗ. പ്രസിഡന്റിന്റെ വസതിയിൽ കഴിയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. രാജ്യത്തെ ജനങ്ങൾ അത്യാഡംബരത്തിൽ കഴിയാത്ത സാഹചര്യത്തിൽ തനിക്കും ആഡംബരങ്ങൾ വേണ്ടെന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഭാര്യയോടൊപ്പം തലസ്ഥാനമായ മോണ്ടിവിഡിയോയിലെ ഒരു പ്രാന്തപ്രദേശത്തുള്ള തന്റെ പഴയ ഫാം ഹൗസിലാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. ചെടികളും പച്ചക്കറികളും വളർത്തി പരിപാലിച്ചു. ശമ്പളത്തിന്റെ ഭൂരിഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു. ഫോക്സ് വാഗന്റെ പഴയൊരു ബീറ്റിൽ കാറായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇത് സ്വയം തന്നെ ഓടിക്കുകയും ചെയ്തിരുന്നു. ട്രാക്ടർ ഓടിക്കുന്നതാണ് കാർ ഓടിക്കുന്നതിനേക്കാൾ തനിക്കിഷ്ടമെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഔപചാരികമായ സ്യൂട്ടും ടൈയും ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഓഫീസ് ജീവനക്കാർ കഴിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഒരു കാലത്ത് ഗറില്ല പോരാളിയായിരുന്നു. ഹോസെ മൊഹിഗയുടെ പ്രസിഡന്റ് പദവിയിലേക്കുള്ള പ്രയാണം അസാധാരണമായിരുന്നു. ക്യൂബൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദിതനായി 1960കളിലും 70കളിലും സായുധ കലാപം ആരംഭിച്ച ഗറില്ല ഗ്രൂപ്പായ ടുപമാരോസിലെ പ്രധാനിയായി മൊഹിഗ മാറി. യുറുഗ്വയുടെ സൈനിക സ്വേച്ഛാധിപത്യ കാലത്ത് അദ്ദേഹം പിടിയിലാവുകയും 1.5 പതിറ്റാണ്ടോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. അതിൽ ഭൂരിഭാഗവും ഏകാന്ത തടവായിരുന്നു. 2020 ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ക്രൂരമായ ജയിൽ അനുഭവങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. 6 മാസത്തോളം കൈകൾ കമ്പി കൊണ്ട് പിന്നിൽ കെട്ടിയിട്ടെന്നും 2 വർഷത്തോളം ശുചിമുറിയിൽ പോകാൻ അനുവദിച്ചില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. 1985 രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിച്ചതോടെ ഹൊസെ മൊഹിഗ ജയിൽ മോചിതനായി. പിന്നീട് മൂവ്മെന്റ് ഓഫ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ എന്ന സംഘടനയുടെ സഹസ്ഥാപകനായി. അതിന്റെ കീഴിൽ അദ്ദേഹം നിയമസഭയിലേക്ക് വിജയിച്ചു. 2010 മുതൽ 2015 വരെ 5 വർഷക്കാലം യുറുഗ്വയുടെ പ്രസിഡന്റ് ആയിരുന്നു. 2010 50% വോട്ടുകൾ നേടിയാണ് പ്രസിഡന്റ് പദവിയിലെത്തിയത്. പ്രസിഡന്റ് പദത്തിലിരുന്ന കാലത്ത് അദ്ദേഹം യുറുഗ്വയെ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കുകയും പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. ഗർഭാവസ്ഥയുടെ ആദ്യ നാളുകളിലുള്ള ഗർഭചിത്രം, സ്വവർഗ വിവാഹം എന്നിവ രാജ്യത്ത് നിയമവിധേയമാക്കി. മെഡിക്കൽ ആവശ്യത്തിനല്ലാതെ വിനോദോപാധി എന്ന നിലയ്ക്ക് ലോകത്തിലാദ്യമായി കഞ്ചാവും നിയമവിധേയമാക്കിയ ഭരണാധികാരിയാണ് മൊഹിഗ. ലോകത്ത് കഞ്ചാവ് വിൽപ്പന നിയമവിധേയമാക്കിയ ആദ്യ രാജ്യവും യുറുഗ്വയാണ്. സൗകര്യങ്ങൾ ഉപേക്ഷിച്ചുള്ള ജീവിത രീതി രാജ്യത്തിനപ്പുറത്തേക്കും അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കാരണമായി. ലാളിത്യത്തിന്റെയും സത്യസന്ധതയുടെയും ആഗോള പ്രതീകമായി പോലും ഉയർത്തിക്കാട്ടപ്പെട്ടു. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് വന്നത്. എന്നാൽ ആ വിശേഷണം അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. ഞാനൊരു ദരിദ്രനായ പ്രസിഡന്റ് അല്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നു. ആ ലേബൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാനൊരു ദരിദ്രനായ പ്രസിഡന്റ് അല്ല, മറിച്ച് സമചിത്തതയുള്ള പ്രസിഡന്റാണ്. ദരിദ്രൻ എന്നാൽ ധാരാളം ആവശ്യങ്ങളുള്ള ആളാണ്. എനിക്ക് വളരെ കുറച്ച് ആവശ്യങ്ങളേ ഉള്ളൂ. പ്രസിഡന്റ് ആകും മുൻപ് ജീവിച്ചതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്നായിരുന്നു അതേക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ.